ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കണ്ണൂർ മംഗളത്തിനൊക്കെ കിട്ടുന്ന ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിലൊക്കെ കിട്ടുന്ന നല്ലൊരു വെൽക്കം ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലാണ്. ഒരു 500 ml പാക്ക് എടുത്തിട്ടുണ്ട്. അതൊരു പാനിലോട്ട് ഒഴിക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പഞ്ചസാരനെക്കാട്ടും കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. പാലിൽ ഒരു ചെറിയ കട്ടയുണ്ട്, അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഇടുന്നതാണ്. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും. പിന്നെ ഇതിലേക്ക് പിസ്ത ഇലാച്ചി മിക്സ് ചേർക്കുന്നുണ്ട്. ഒരു 4 to 6 ഡ്രോപ്സ് ചേർക്കുന്നുണ്ട്. ഇതന്നെ വേണമെന്നില്ല, വാനില എസൻസോ അല്ലെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയ ഒരു കസ്റ്റാർഡ് പൗഡർ നല്ലോണം വെന്ത് കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചവ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് തിക്കാക്കിയിട്ട് എടുക്കേണ്ട. നമ്മൾ ഡ്രിങ്ക്സിനായതുകൊണ്ട് വല്ലാണ്ട് തിക്കാക്കി എടുക്കേണ്ട, ചെറിയൊരു ലൂസിൽ തന്നെയാണ് അതുണ്ടാകുക. അപ്പം നന്നായിട്ട് ആ ഒരു കസ്റ്റാർഡിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് ഒരു ചൂടൊക്കെ ആറുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് തണുപ്പിക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെച്ച ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കസ്കസ് വേണം. അതുകൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് കസ്കസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സും അതിലേക്ക് ഐസ് ക്യൂബും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ കസ്റ്റാർഡ് മിക്സൊക്കെ ഫുള്ളും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം കസ്കസ്, നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച കസ്കസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഉറുമാമ്പഴം, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതിൽ ഉള്ള നട്ട്സൊക്കെ ഇട്ടേക്കിടുക. ഇപ്പോൾ ജസ്റ്റ് പീനട്ട്, കടലയാണ് ചേർത്തിട്ടുള്ളത്. എന്താ പറയുക, ബദാമോ പിസ്ത അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കയ്യിലുള്ള അതൊക്കെ ഇടാം. എന്തിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 5 പേർക്കൊക്കെ കുടിക്കാൻ ഉള്ള ഒരു അളവിലുണ്ട്. അപ്പം ഈ നമ്മൾ ആദ്യം ആക്കിയ ഒരു കസ്റ്റാർഡ് മിക്സ് ഫ്രിഡ്ജിലൂടെ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം കേടുകൂടാണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണ്ണൂർ കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന ഐസ്ക്രീം ചേർക്കാത്ത ഒരു ഐസ്ക്രീം വെള്ളമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.